അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖാണല്ലോ? എല്ലാവർക്കും സുഖാന്നിരിക്കുന്നു. ഞാൻ ഇന്നൊരു പുതിയൊരു ഐറ്റവുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു ഐറ്റം ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ പേരാണ് കള്ളക്കപ്പം. കള്ളക്കപ്പം തന്നെ പറയണം, കടലക്കപ്പം എന്ന് പറയാൻ പറ്റില്ല, കള്ളക്കപ്പം. നമ്മുടെ നാട്ടിൽ തലശ്ശേരിയില് ഏറ്റവും പ്രധാനപ്പെട്ട പലഹാരത്തിൽ ഒന്ന് തന്നെയാണ്. ഇത് പ്രിയപ്പെട്ട പഴയ കാലങ്ങളില് പുതിയാപ്പിളുടെ വീട്ടില് ഇങ്ങനെ കൊണ്ടുപോകുന്ന എന്താ പറയുക, സൽക്കാരത്തിനെല്ലാം കൊണ്ടുപോകുന്ന ഒരു അപ്പാണ് ഇത്. അതിലെ പെട്ട ഒരു അപ്പം. അങ്ങനെ കാജാമണ്ട, പിന്നെ കള്ളക്കപ്പം, ചുക്കപ്പം, അങ്ങനെയെല്ലാം പെട്ട ഒരു പ്രഗത്ഭയായ ഒരു ഐറ്റാണ് ഇത്. ഇത്രയെല്ലാം ഞാനിങ്ങനെ വർണ്ണിക്കുന്ന വെച്ചാല് അത്രയും പ്രിയങ്കരമായ ഒരു പിന്നെ സ്നാക്സ് തന്നെയാണ് ഇത്. അപ്പൊ നമുക്ക് ഈ കള്ളക്കപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് പിന്നെ വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എല്ലാരും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ അമർത്തി ഒന്നോളം ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞാൽ ഞാനിരുന്ന ഓരോ വീഡിയോസ് കാണാൻ പറ്റും. അപ്പോ നമ്മുടെ കള്ളക്കപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ 2 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പ് എന്ന് വെച്ചാൽ ഞാൻ രാവിലെ വെള്ളത്തിലിട്ടതാണ്. ഇതിപ്പോ വൈകുന്നേരമായി. ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ടാൽ മതി. 2 കപ്പ് കടലപ്പരിപ്പ് ഞാൻ എടുത്തത്. എന്ന് വെച്ചാൽ നമ്മളെ കള്ളക്കപ്പാണ് ഉണ്ടാക്കുന്നത്, കണ്ണൂരിന്റെ സ്വന്തം കള്ളക്കപ്പ്. അപ്പൊ നമുക്കിത് പിന്നെ മിക്സിന്റെ ജാറിൽ ഇട്ട് കൊടുക്കാം. 2 കപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. നമുക്ക് എന്താ പറയാ, കടലപ്പരിപ്പ് നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കാം. എന്നിട്ട് കടലപ്പരിപ്പ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മള് പച്ചരിപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പച്ചരി വെള്ളത്തിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഇത് ഞാൻ ഒരു 1.5 കപ്പ് ചേർക്കുന്നുണ്ട്. കടലപ്പരിപ്പ് എടുത്ത അതേ കപ്പ് തന്നെ ഈ എന്താ പറയാ പച്ചരിപ്പൊടിയും എടുത്താൽ മതി കേട്ടോ. അതേ അളവ് കടലപ്പരിപ്പ് എത്ര എടുക്കുന്നത്? 2 കപ്പല്ലേ ഞാൻ എടുത്തത്. 2 കപ്പ് കടലപ്പരിപ്പിൽ 1.5 കപ്പ് പച്ചരിപ്പൊടിയെ ഞാൻ എടുത്തത്. ഓക്കെ, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കൂടി പോണ്ട, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ അയവ് പോരാ, ഇതിങ്ങനെ വെള്ളം. അപ്പൊ നമുക്ക് അതിൽ ഇതെന്താ ചെയ്യാം, വെള്ളമൊന്നും ചേർക്കാണ്ട് നമ്മള് മുട്ട ഒഴിച്ചു കൊടുക്കണം. മുട്ടയാണ് വേണ്ടത്. ഞാനിപ്പോ 2 മുട്ട എടുക്കുന്നുണ്ട്. നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ തന്നെ കൈവച്ചിട്ട് തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുക, എന്നാല് റെഡിയാവും. 2 മുട്ട പോരാ, 1 മുട്ടയും കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇതിന് 3 മുട്ട ആവശ്യമുണ്ട് കേട്ടോ. പച്ചവെള്ളത്തിലൊന്നും കൊയ്ക്കാൻ പാടില്ല, മുട്ടേന്റെ അയവ് മാത്രമേ പാടുള്ളൂ. നിങ്ങള് പിന്നെ ഇത് എന്താ പറയാ, പച്ചരിയും കടലപ്പരിപ്പും എടുക്കുന്നതിന്റെ അളവ് അനുസരിച്ചിട്ട് മുട്ടയും വേണ്ടി വരും. ഇത് നല്ലൊരു എന്താ പറയാ, നമ്മുടെ പുതിയാപ്പിള ഉണ്ടാവല്ലോ, കല്യാണം കഴിഞ്ഞ പാട് പുതിയാപ്പിള വീട്ടിലെല്ലാം കൊണ്ടുപോകുന്ന ഐറ്റംസിലും പെട്ട ഒരു പ്രത്യേകമായ ഒരു ഐറ്റംസ് ആണ് ഇത്. കള്ളക്കപ്പം എന്ന് പറയും, കണ്ണൂരിന്റെ കള്ളക്ക അപ്പം. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ചുടുണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു എന്താ പറയാ ഓട്ടയുള്ള ഒരു ചട്ടം എടുക്കണം. അരിപ്പക്കൈല് എടുക്കണം. ഇതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഇത് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പാത്രം തന്നെ ഉണ്ടാവും. ഓട്ടയുള്ള ചെറിയൊരു പാത്രം ഉണ്ടാവും, അലൂമിനിയത്തിന്റെ പാത്രം ഉണ്ടാവും. അപ്പൊ നമുക്ക് അതില്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ അരിപ്പക്കൈലുണ്ടെങ്കിൽ ഇതിന്റെ ചെറുതായാലും കുഴപ്പമൊന്നുമില്ല. ഇത് വലുതുള്ളതുകൊണ്ട് ഞാൻ വലുതെടുത്തതാ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മള് ആക്കി വെച്ച മാവ് ഇതിന്റെ മേലെ കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ആക്കി കൊടുക്കാം. അപ്പൊ അടിയിലോട്ട് ഇങ്ങനെ പോകും. ചില ആൾക്കാർക്ക്, ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും പിന്നെ പരിചയം ഉണ്ടാവില്ല. പഴയ ആൾക്കാർക്കെല്ലാം ഇതിനെ പരിചയം ഉണ്ടാവും. കള്ളക്കപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല രസയില്ലേ കാണാൻ. നമ്മള് പിന്നെ ഇത് ഉണ്ടാക്കുന്ന പാത്രത്തിന് ഇതിനേക്കാളും കുറച്ച് കണ്ണി കൂടുതലുണ്ട്. അതായത് ഈ അപ്പവും വലുതായി കുറച്ച് വലുത്, ഇത്ര ഇതിനേക്കാളും കുറച്ച് വലുത്.
ഇതിപ്പോ നമ്മളെ അരിപ്പൊക്കെ ഇല്ലല്ലോ, അതിനനുസരിച്ചിട്ടല്ലേ ഓട്ട ഉണ്ടാവും. അപ്പൊ ചെറുങ്ങനെ ഒരു ബ്രൗൺ കളറായി വരുമ്പോ നമുക്കത് ഇത് കോരി മാറ്റാം. നമ്മുടെ കള്ളക്കപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോ കോരി മാറ്റിക്കളയും. നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി എല്ലാം ആക്കിയിട്ട് വന്നാലോ, അതല്ലേ നല്ലത്. അപ്പം നല്ല സ്വാദിഷ്ടമായ നമ്മളെ കള്ളക്കപ്പം ഇവിടെ റെഡി ആയിട്ടാണ് ഉള്ളത്. അപ്പൊ പിന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റ് ആണ്. ഇങ്ങനെ വെറുതെ ഇത് ചോറെല്ലാം തിന്നു കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റ് ആണ്. എല്ലെങ്കിലും നല്ല ടേസ്റ്റ് ആണ്. കട്ടൻ ചായന്റെ പേരിൽ നല്ല ടേസ്റ്റ് ആണ്. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാലോ. അപ്പൊ നിങ്ങള് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. പിന്നെ പുതിയതായിട്ട് എന്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താളെ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.